സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പഴുതടച്ചുള്ള ഒരു കേസ് അന്വേഷണമാണ് നടത്തിയത്. കാരണം അതിനകത്തുള്ള ആ ടീം IPS ഓഫീസർമാരെല്ലാവരും, അതുപോലെ തന്നെ ആ ടീം മുഴുവൻ, അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് ആ രേഖകളും തെളിവെടുക്കാനും ആ 102 നമ്പർ റൂമിൽ പോകാനും അതിനുശേഷം വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കാണുന്ന റൂമാണെന്നും എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്നും ഒക്കെ അടക്കമുള്ള കൃത്യമായിട്ടുള്ള വിവരണം, ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം അതിജീവിതമായിട്ട് പോയി തെളിവെടുത്തു. ഈ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇദ്ദേഹം രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇമിഗ്രേഷനിൽ നിന്ന് പ്രത്യേകിച്ച് ഇത് മേടിക്കുകയും ചെയ്തു. അവിടുന്ന് ലുക്കൗട്ട് നോട്ടീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഫോർവേഡ് ചെയ്തു. രാജ്യം വിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ ഇവിടെ പാളിച്ച പറ്റിയത് ലോക്കൽ പോലീസിനാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള സമാനമായ കേസുകളിൽ പലതിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് ഈ ജഡ്ജിമാരുടെയും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ ഇന്നത്തെ ക്രൈമിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നത് ഈ ആരോപിതമായിരിക്കുന്ന കുറ്റകൃത്യം വളരെ വളരെ ഗുരുതരമാണ്, അൺക്വസ്റ്റ്യനബിളി സീരിയസ് എന്നാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസ്. അതായത് ചോദ്യം ചെയ്യപ്പെടാത്തത്രയും ഗുരുതരമായ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ഇവിടെ നടന്നു എന്ന പശ്ചാത്തലത്തിലാണ് കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ശ്രദ്ധേയമായൊരു വിധിന്യായമാണെന്നും ആ കേസിൻ്റെ മെറിറ്റ് എല്ലാം എടുത്തു വെച്ച് നോക്കിയിട്ടാണ് ആ വിധിന്യായം. ഇത് ഇനി വരാനുള്ള എല്ലാ വേട്ടക്കാരന്മാർക്കും അല്ലെങ്കിൽ ഇത്തരം സമീപനം എടുക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ളൊരു വാണിംഗ് ആണ് കൊടുക്കുന്നത്. പൊതുസമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ വിധി കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുന്നതിനകത്ത്, അത് നടപ്പിലാക്കുന്നതിനകത്ത് വെച്ച് കുറച്ചുകൂടെ ശ്രദ്ധ എടുക്കാമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എടുക്കാമായിരിക്കും. പക്ഷേ എല്ലാ കേസസിലും ഇങ്ങനെ ജാമ്യം നിഷേധിക്കാറില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ നമ്മളെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന SIT ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൂടിയാണ് ഈ കേസിൽ കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.